ഇന്ന് പന്തക്കുസ്ത തിരുനാളായി സഭ ആഘോഷിക്കുകയാണ്. 50 ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് വിശ്വാസികളായി നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഈ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. നടപടി പുസ്തകത്തിന്റെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളുടെ അഭിഷേകം ഈ നിമിഷം നിറയട്ടെ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, പെന്തക്കോസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. സഖിയാശാലയിൽ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആ നാളുകൾ മുഴുവൻ അവർ പ്രാർത്ഥനയിലായിരുന്നു. നടപടി പുസ്തകത്തിന്റെ 1:14 അവർ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. സഖിയാശാലയിൽ അവർ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടാണ്. നമ്മളോട് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ പരിശുദ്ധാത്മാവ് ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആരാ പഠിപ്പിക്കുന്നത്? അപ്പോൾ നമ്മൾ പല ആൻസറും പറയും, എൻ്റെ പപ്പായാണ്, മമ്മിയാണ്, സൺഡേ സ്കൂൾ അധ്യാപകനാണ്, വികാരി സിസ്റ്റേഴ്സ് ആണ് എന്നുള്ള മറുപടികൾ, ഉത്തരങ്ങളൊക്കെ നമ്മൾ നൽകും. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 16:26 വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ ഈ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഈശോയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പുതിയ നിയമത്തിലുടനീളം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു നിന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് നിറയുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടാകുന്നു, പരിശുദ്ധാത്മാവിന്റെ സ്വരമുണ്ടാകുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇവിടെ തന്റെ പരസ്യജീവിതത്തിന്റെ അവസാനത്തിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്ന രംഗമാണ്. ഇവിടെ ശിഷ്യന്മാരെല്ലാവരും ദുഃഖപൂരിതരായിട്ടിരിക്കുകയാണ്. വചനം പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എന്തെല്ലാമാണ് ഈശോ പറഞ്ഞത്? ലോകത്തിലുണ്ടാകുന്ന, ശിഷ്യന്മാർക്കുണ്ടാകാൻ പോകുന്ന ഞെരുക്കങ്ങളെ കുറിച്ച് ഈശോ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ശിഷ്യന്മാരുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുകയാണ്. കാരണം ഇനി ക്രിസ്തുവിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇല്ല. അവരുടെ എല്ലാ സങ്കടങ്ങൾക്കും, അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അവർ ആശ്രയിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഇനി മുതൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ല, ദൃശ്യ സാന്നിധ്യമില്ല. ഇനി ഈശോ വാഗ്ദാനം ചെയ്തത് അദൃശ്യ സാന്നിധ്യമായ പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുക്കുകയാണ്. ഈ തന്റെ ദൃശ്യ സാന്നിധ്യം താൽക്കാലികമായി നഷ്ടപ്പെടുന്ന വഴി സഹായകനായ പരിശുദ്ധാത്മാവിലൂടെയുള്ള അവിടുത്തെ അദൃശ്യ സാന്നിധ്യം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഈശോ. യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് ഈശോ മിശിഹായുടെ ആത്മാവ് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോയുടെ സഭയിലുള്ള സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ്. നമുക്ക് വചനഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് വചനം പറയുന്നത്. 3 കാര്യങ്ങളാണ് ഈശോ അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 8-ാം വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഈ 3 കാര്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ 3 കാര്യങ്ങളെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ഒന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. 1-ാമത്തെ കാര്യം പാപത്തെക്കുറിച്ച്. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. 16-19. എന്താണ് യോഹന്നാന്റെ കാഴ്ചപ്പാടിൽ പാപം എന്ന് പറയുന്നത്? അത് വിശ്വാസമില്ലായ്മയാണ്, സ്നേഹമില്ലായ്മയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസം. അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. പല കുടുംബങ്ങളിൽ നിന്നും വിശ്വാസം ഇങ്ങനെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനുള്ള സ്നേഹം നിറയുന്നില്ല. എവിടെയാണ് വിശ്വാസം നിറയുന്നത്?
ചെയ്യുന്നത്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലുമാണ് നമ്മുടെ എല്ലാം വിശ്വാസം അടങ്ങിയിരിക്കുന്നത്. മറ്റുള്ളവരെ കണ്ടാണ് നമ്മുടെ വിശ്വാസമൊക്കെ ചിലപ്പോഴൊക്കെ വളരുന്നത്. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ അവന്റെ വിശ്വാസം കണ്ട് പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കുന്നു. അവനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് പോകുന്നു. പക്ഷേ ക്രിസ്തുവാകുന്ന വ്യക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നീ വിശ്വാസത്തിൽ വളരണം. അവനെ സ്നേഹിക്കണം, ലോകത്തെ സ്നേഹിക്കരുത്. 1 യോഹന്നാന്റെ ലേഖനത്തിന്റെ 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വചനപ്രകാരം ഓർപ്പെടുത്തുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിലില്ല. വചനം കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് നമ്മളൊന്ന് വളരണം, സ്നേഹത്തിലേക്ക് വളരണം. ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള സ്നേഹത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ വളരണം. അതാണ് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. അവൻ വന്ന് പാപത്തെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന കാര്യം നീതിയെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 16:10 വചനം ഓർപ്പെടുത്തുന്നു, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെ കുറിച്ചും. നീതി എന്ന വാക്ക് യോഹന്നാൻ ഉപയോഗിക്കുന്നത് വിശുദ്ധി എന്ന അർത്ഥത്തിലാണ്. വിശുദ്ധിയുടെ തലത്തിലാണ് യോഹന്നാൻ നീതി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2:29, 3:3 വചനം നമ്മളെ ഓർപ്പെടുത്തുന്നു. 2:29, അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്നും ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. തുടർന്ന് 3:3 1 യോഹന്നാൻ 3:3, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ഓരോ മക്കളെയും വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ നിറയുമ്പോൾ അവനെ അശുദ്ധിയിൽ നിന്ന് മാറ്റി നിർത്തും. പാപത്തിന്റെ മേഖലയിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ ഓർപ്പെടുത്തുന്നു, അത് പാപത്തിന്റെ വഴിയാണ്, നീ തെരഞ്ഞെടുക്കേണ്ട വഴിയല്ല, അത് അശുദ്ധിയുടെ വഴിയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവെ എന്നെ വിശുദ്ധിയിലേക്ക് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ന്യായവിധിയെ കുറിച്ച്. യോഹന്നാന്റെ സുവിശേഷം 16:11, ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുത്തും. അതായത് ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ തിന്മയുടെ ശക്തികൾ നമ്മളെ ആവരണം ചെയ്യാനായിട്ട് കടന്നു വരും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ബലഹീനരാകുമ്പോൾ ആത്മാവ് നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കും. അതാണ് റോമാലേഖനം 8:26 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളിൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ലോകത്തിന്റെ അധികാരി പിശാച് കടന്നു വരുമ്പോൾ അവനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ തിന്മകളെ വെറുത്തുപേക്ഷിക്കാനുള്ള കരുത്ത്, ശക്തി എനിക്ക് നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഈ 3 കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് നമ്മളെ എത്തിക്കുന്നത് സത്യത്തിന്റെ പൂർണ്ണതയിലേക്കാണ്. അതാണ് വചനം പറയുന്നത്, സത്യാത്മാവ് വരുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതായത് സത്യം, യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ക്രിസ്തു. ആ ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള ബോധ്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം, ഈ പന്തക്കുസ്താ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ചില അനുബന്ധ ചിന്തകളും കൂടെ, ഒരു 3 ചിന്തകളും കൂടെ, ഈ ചിന്തകളോട് ചേർത്ത് 3 ചിന്തകളും കൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത, നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. എപ്പോഴും പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൂട്ടായ്മയിലാണ്. ഭിന്നതയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കൂട്ടായ്മയിൽ നിലനിൽക്കണം, സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏക മനസ്സോടെ പ്രാർത്ഥനയോടെ ആയിരുന്ന ശിഷ്യ സമൂഹത്തിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം, ഇടവകയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം, പരസ്പരം ഒരു കൂട്ടായ്മ, സഹോദരങ്ങളോടൊരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകണം. ഭിന്നത അവസാനിക്കണം. പരിശുദ്ധാത്മാവ് ഈ പന്തക്കുസ്താ തിരുനാൾ നമുക്ക് തരുന്ന ചിന്ത അതാണ്. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നു.
പരസ്പരം മനസ്സിലാകാതെ പോകുന്നതാണ് പല കലഹങ്ങൾക്കും കാരണം. അല്ലെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായി, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായി. ബാബേൽ ഗോപുരം തകർന്നു വീഴതിന്റെ കാരണം നമുക്കറിയാം, ഭാഷകൾ ചിതറിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം തകർന്നു വീഴുന്നത് ഭാഷകൾ ചിതറിക്കപ്പെട്ടപ്പോൾ. പുതിയ നിയമത്തിൽ എല്ലാവരും ഒന്നു ചേർന്നത്, അവർ പരസ്പരം ഭാഷകൾ സംസാരിച്ചു. അവരെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. മൂന്നാമത്തത് യേശുവിന്റെ വേർപാടാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് കാരണമായത്. പലപ്പോഴും ചില വേർപാടുകൾ നമുക്ക് സങ്കടമുണ്ടാക്കുന്നുണ്ട്. അവയുടെ രക്ഷാകര ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ചില വേർപാടുകളുടെ രക്ഷാകര ഫലങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് കാത്തിരിക്കാം. അവസാനമായി പരിശുദ്ധാത്മാവിനെ ആദ്യമായി സമ്പൂർണതയിൽ സ്വീകരിച്ച മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. സഖിയോശാലയിൽ ശിഷ്യന്മാരെയെല്ലാം ഒന്നിച്ച് കൂട്ടിയിരുത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അമ്മ ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ തിരുനാളിൽ ഈ ചിന്തകളോട് ചേർത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കൂടെ കൂട്ടുപിടിക്കാം. കാരണം പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമുക്കെല്ലാവർക്കും ജീവിക്കാം, വളർന്നു വരാം. ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓരോ ദിവസം പ്രാപിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴിയിലും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും, നമ്മൾ ആലോചിക്കുന്ന എല്ലാ മേഖലയിലും ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.